നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് ആണ്. സോ ഇതിൽ ആദ്യമായി വരുന്നത് ഇഫ് ഫംഗ്ഷൻ ആണ്. സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമ്മൾ മറ്റൊരു വാല്യൂ കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ കൊടുക്കാൻ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ സെലക്ട് ഈ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു, ഇതുപോലെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. സോ ഞാൻ ഉദാഹരണമായി ജസ്റ്റ് 10 ഗ്രേറ്റർ ദാൻ 20 എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ കോമ കൊടുത്ത ശേഷം ഇവിടെ ഞാൻ വാല്യൂ 1 എന്ന് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ വാല്യൂ. അതിനുശേഷം കോമ കൊടുത്ത ശേഷം ഞാൻ വാല്യൂ 2 എന്ന് കൊടുക്കുന്നു. ഇത് രണ്ടാമത്തെ വാല്യൂ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്ത് കോമ കൊടുത്ത് ആദ്യം കൊടുക്കുന്ന വാല്യൂ നമ്മുടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ലഭിക്കുന്നു, ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ലഭിക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം 10 20-നേക്കാളും കൂടുതലല്ല, അതിനർത്ഥം ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ 2 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഞാനതൊരു പുതിയ കോളത്തിൽ നമുക്ക് അസൈൻ ചെയ്യാം, ഒരു കോളം അസൈൻ ചെയ്യാം ആസ് റിസൾട്ട്. സോ ഞാൻ ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ 2 ലഭിക്കുന്നു, കാരണം നമ്മളിവിടെ കൊടുത്ത കണ്ടീഷൻ ഫാൾസ് ആയിരുന്നു. സോ ഞാൻ ഇനി ഇതിവിടെ 10 ലെസ് ദാൻ 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നു, നമുക്ക് വാല്യൂ 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു, വാല്യൂ 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യത്തെ വാല്യൂ ലഭിക്കുന്നു, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ ലഭിക്കുന്നു. സോ ഇത് നമുക്ക് എങ്ങനെ ഒരു ടേബിളിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ നമ്മുടെ DB1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. യൂസ് DB1. അതിനുശേഷം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ലഭിക്കുന്നു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിൽ സ്റ്റുഡൻറ്റ് നെയിമും അതുപോലെ ഏജും മാത്രം സെലക്ട് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് നെയിം ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്റ്റുഡൻറ്റ് നെയിം അതുപോലെ ഏജ് ലഭിക്കുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 18-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ 18-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു കോളത്തിൽ നമ്മൾ അഡൽട്ട് എന്ന് പറയുന്ന റിസൾട്ട് കൊടുക്കുന്നു. 18-ൽ താഴെയാണെങ്കിൽ നമ്മൾ മൈനർ എന്ന് പറയുന്ന റിസൾട്ട് കൊടുക്കുന്നു. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. സോ നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ സെലക്ട് സ്റ്റുഡൻറ്റ് ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് നെയിമും ഏജും സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ കോമ കൊടുത്ത ശേഷം ഞാനിവിടെ ഈ ഫംഗ്ഷൻ കൊടുക്കുന്നു. സോ ഇഫ് ഞാനിവിടെ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, ഏജ് എന്ന് പറയുന്ന വാല്യൂ 18-ൽ കൂടുതലോ ആണെങ്കിൽ നമ്മളിവിടെ അഡൽട്ട് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ മൈനർ എന്ന് കൊടുക്കുന്നു. ഈ കിട്ടുന്ന റിസൾട്ടിനെ നമ്മളൊരു പുതിയ കോളത്തിൽ അസൈൻ ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു കോളത്തിലോട്ട് അതിനെ അസൈൻ ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെയുള്ള റിസൾട്ട് ലഭിക്കുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം ഈ ആദ്യത്തെ സ്റ്റുഡൻറ്റ് 20 വയസ്സാണ്. സോ നമുക്ക് സ്റ്റുഡൻറ്റ് ടൈപ്പ് അഡൽട്ട് എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് 18-ൽ കൂടുതലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് അഡൽട്ട് എന്ന് ലഭിക്കുന്നു. 13 ഉള്ളവരുടെ നമുക്ക് മൈനർ എന്ന് ലഭിക്കുന്നു. അതുപോലെ 18-ൽ കുറവുള്ളവരുടെ നമുക്ക് മൈനർ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മളൊരു വാല്യൂ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്കൊരു വാല്യൂ കൊടുക്കാം, അതുപോലെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്ക് മറ്റൊരു വാല്യൂ കൊടുക്കാൻ സാധിക്കുന്നതാണ്.